നമസ്കാരം. കണ്ണൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുണ്ടാക്കിയ രാഷ്ട്രീയ ആഘാതം അടങ്ങും മുൻപേ പാർട്ടി നേതാക്കൾ നേതൃത്വം നൽകിയ മറ്റൊരു സാമ്പത്തിക സംരംഭത്തിന്റെ തകർച്ചയും CPM-ന് വൻ തിരിച്ചടിയാകുന്നു. പലിശരഹിത ബാങ്കിംഗ് ലക്ഷ്യമിട്ട് കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ച ഹലാൽ ഫായിദ സഹകരണ സംഘത്തിൽ നടന്ന തട്ടിപ്പ് ആരോപണങ്ങളാണ് ഇപ്പോൾ ജില്ലയിലെ CPM-നെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കുന്നില്ലെന്ന ആരോപണവുമായി പാർട്ടി അണികൾ പോലും രംഗത്തെത്തിയത് വിഷയം കൂടുതൽ ഗുരുതരമാക്കുന്നു. തളിപ്പറമ്പ് MLA-യും പ്രമുഖ CPM നേതാവുമായ TK ഗോവിന്ദന് വിഷയം ഉന്നയിച്ച് ലഭിച്ച പരാതി അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൈമാറിയതോടെയാണ് തട്ടിപ്പ് വിവരങ്ങൾ പുറം ലോകമറിയുന്നത്. മയിൽ സ്വദേശിയായ KP നാസറാണ് പണം നഷ്ടപ്പെട്ടതായി കാണിച്ച് MLA-യെ സമീപിച്ചത്. പാർട്ടിയുടെ ഉന്നത നേതാവ് തന്നെ പരാതി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് വിഷയത്തിന്റെ ആഴവും ഗൗരവവും വർദ്ധിപ്പിച്ചു. കരുവന്നൂരിലേതിന് സമാനമായ രീതിയിൽ സംഘടിതമായി നടന്ന മറ്റൊരു സാമ്പത്തിക ക്രമക്കേടാണോ ഇതെന്ന് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അഴിമതിയും സുതാര്യതയുമില്ലായ്മയും മൂലം തകർന്ന കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ മാതൃകയിൽ ഹലാൽ ഫായിദയിലും കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകുമെന്നാണ് ഉയർന്നുവരുന്ന പ്രാഥമിക ആരോപണങ്ങൾ. 2017 ഡിസംബർ 24-നാണ് വലിയ ആഘോഷങ്ങളോടെ ഹലാൽ ഫായിദ സഹകരണ സംഘം പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നിക്ഷേപകരിൽ നിന്നും സമാഹരിക്കുന്ന തുക വിവിധ വികസന പദ്ധതികളിൽ നിക്ഷേപിക്കുകയും അതിലൂടെ ലഭിക്കുന്ന ലാഭം ഡിവിഡൻഡായി നിക്ഷേപകർക്ക് വീതിച്ചു നൽകുകയും ചെയ്യുന്ന പലിശരഹിത ഇസ്ലാമിക് ബാങ്കിംഗ് മാതൃകയിലായിരുന്നു ഇത് വിഭാവനം ചെയ്തത്. എന്നാൽ തുടക്കത്തിലെ ആവേശത്തിന് ശേഷം സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ ദുരൂഹതയേറി. ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപകരിൽ നിന്നും സമാഹരിച്ചെങ്കിലും 2017 ശേഷം സ്ഥാപനത്തിന്റെ വരവ് ചെലവ് കണക്കുകളോ മറ്റ് വിവരങ്ങളോ പൊതുസമക്ഷം അവതരിപ്പിച്ചിട്ടില്ല. എത്ര പേരിൽ നിന്നും എത്ര തുക പിരിച്ചു, ഈ പണം എങ്ങോട്ടാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളിൽ യാതൊരു സുതാര്യതയില്ല എന്നാണ് നിക്ഷേപകർ ചൂണ്ടിക്കാണിക്കുന്നത്. 1 ലക്ഷം രൂപയുടെ ഓഹരിയാണ് പരാതിക്കാരനായ നാസറിന് സ്ഥാപനത്തിലുണ്ടായിരുന്നത്. CPM ജില്ലാ കമ്മിറ്റി അംഗവും DYFI കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റുമായിരുന്ന M ഷാജറായിരുന്നു ഹലാൽ ഫായിദയുടെ പ്രധാന പ്രൊമോട്ടർ. എന്നാൽ സാമ്പത്തിക വിവരങ്ങൾ അറിയാനും തുക തിരികെ നേടാനും ഷാജറിനെ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. നിലവിൽ കണ്ണൂരിലുള്ള ഹലാൽ ഫായിദയുടെ ഓഫീസ് അടഞ്ഞുപൂട്ടിയ നിലയിലാണ്. അതേസമയം സംഘത്തിനെതിരെയുള്ള പരാതി വാർത്തയായതിന് തൊട്ടു പിന്നാലെ വലിയ രീതിയിലുള്ള തടിയൂരാനുള്ള നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട്. സുഹൃത്ത് മുഖേന പരാതിക്കാരനായ നാസറിന് 1 ലക്ഷം രൂപ തിരികെ നൽകിയതോടെ നിലവിൽ പരാതിയുമായി മുന്നോട്ടു പോകാനില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും സമാന രീതിയിൽ പണം നഷ്ടപ്പെട്ട മറ്റു പല നിക്ഷേപകരും ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ്. വിഷയം വലിയ രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. ഹലാൽ ഫായിദ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്ന് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. പാവപ്പെട്ട നിക്ഷേപകരുടെ പണം തട്ടിയെടുത്തവർക്കെതിരെ സമഗ്രമായ അന്വേഷണം വേണമെന്നും സംഭവത്തിന് പിന്നിലെ ഉന്നതരുടെ പങ്ക് പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിഷയത്തിൽ പാർട്ടി കടുത്ത പ്രതിസന്ധിയിലായതോടെ മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് പ്രാദേശിക ജില്ലാ നേതൃത്വം. തട്ടിപ്പ് ആരോപണം കത്തിപ്പടരുമ്പോഴും വിഷയത്തിൽ വ്യക്തത വരുത്താനോ ആരോപണങ്ങൾ നിഷേധിക്കാനോ CPM നേതാക്കൾ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല.